അപ്പോൾ ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് 1 കപ്പ് മൈദ, 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാര പൊടിക്കുമ്പോൾ നമ്മുടെ ഒരു ഏലക്ക ഇടാൻ മറക്കരുത്. ഒരു ഏലക്ക ഇട്ട് പൊടിക്കണം. ആ ഏലക്കയുടെ ഒരു ടേസ്റ്റ് കൂടി വേണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് മിൽമ ഗീ ആണ്. മിൽമ ഗീ ഒഴിച്ച് നമ്മളിത് കുഴച്ചെടുക്കണം. മിൽമ ഗീ നമ്മൾ ആവശ്യത്തിന് ഒഴിക്കണം. ഇപ്പോൾ ഞാനൊരു 1/3 കപ്പാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് ഒഴിച്ചിട്ട് പോരാതെ വരുവാണെങ്കിൽ കുറച്ചുകൂടി ഒഴിക്കാം. ചിലപ്പോൾ മിക്സ് അങ്ങോട്ട് കുഴഞ്ഞ് വരില്ല, അതുകൊണ്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിക്കാം. അപ്പോൾ ഞാനിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. ഇനി നമ്മൾ കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ മാവൊക്കെ കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക. നമ്മളിത് കുഴക്കുന്ന സമയത്ത് ഇങ്ങനെ മാവ് ഒട്ടി വരുന്നില്ലെങ്കിൽ കുറച്ച് നെയ്യ് കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഒട്ടി വരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു 1/3 കപ്പ് മതിയാകും. എന്നിട്ട് നമ്മൾ നല്ലോണം നമ്മുടെ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക. ഞാനിതിലേക്ക് കുറച്ചുകൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടോ. കുറച്ചുകൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തപ്പോഴാണ് കറക്റ്റ് ആ ഒരു ടെക്സ്ചർ വന്നിരിക്കുന്നത്. ഇനി നമ്മളിത് നല്ലോണം ഒന്ന് കുഴച്ച ശേഷം നമുക്ക് കുക്കീസൊക്കെ ചെയ്തെടുക്കുന്ന പോലെ നമുക്ക് ഓരോരോ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി റൗണ്ട് ചെയ്തെടുക്കാം. ഏത് ഷേപ്സിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് കുക്കീസ് കട്ടർ വെച്ച് പരത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോളാക്കി കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് തന്നെ പരത്തിയെടുക്കാം. നമ്മൾ കോക്കനട്ട് കിസസ് ചെയ്ത പോലെ തന്നെ ആണ് ഇതും ചെയ്യുന്നത്. ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ നടുക്ക് നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും വെക്കാം കേട്ടോ. നമുക്ക് കാഷ്യൂ നട്ട്സ് വെക്കാം, അതുപോലെ ബദാം, പിസ്ത, ചെറി വെക്കണമെങ്കിൽ ചെറി വെക്കാം, ടൂട്ടി ഫ്രൂട്ടി വെക്കാം, എന്തും വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പിസ്തയാണ് ഇരിക്കുന്നത്, അപ്പോൾ ഞാൻ പിസ്ത വെക്കുവാണ്. ഇതിൽ പിസ്ത, ബദാം, അതുപോലെ നട്ട്സ് വെക്കുന്നതാണ് കുറച്ചുകൂടി ഭംഗി. ഇല്ല, നമ്മൾക്ക് അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പ്ലെയിനായിട്ട് വെക്കാം കേട്ടോ. ഇങ്ങനെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വെറുതെ പ്ലെയിനായിട്ട് വെക്കാം. ഞാനിപ്പോൾ എൻ്റെ നട്ട്സ് ഉള്ളതുകൊണ്ട് അങ്ങനെ വെക്കുന്നു.
അപ്പോൾ എല്ലാ കുക്കീസും ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, എല്ലാ ബിസ്ക്കറ്റും. അപ്പോൾ നമുക്കിത് ഓവനിലേക്ക് വെക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് വെക്കുന്നത്. ഇത് എൻ്റെ ഓവൻ 40 ലിറ്ററിൻ്റെ ഓവനാണ്. അപ്പോൾ ചിലരുടെ ടെമ്പറേച്ചർ ടൈമൊക്കെ വ്യത്യാസം ഉണ്ടാവും. 180 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ്സാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടൊരു ബിസ്ക്കറ്റാണ് കേട്ടോ.